ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷാനി യോ. ക്രിഞ്ചാകുന്നുണ്ടല്ലേ. ഓക്കെ, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞാൻ നാട്ടിൽ ഏകദേശം 2-2.5 ലക്ഷം റുപ്യോളം വാടക കൊടുത്തിട്ട് ഇവിടെ UAE അബുദാബിയിൽ താമസിക്കുന്ന എൻ്റെ സ്വന്തം വില്ലയാണ്. സോ ഗൈസ്, ഇതാണ് UAEൻ്റെ മറ്റൊരു ഭാഗം, ഷാബി ഏരിയ എന്ന് പറയും. ഇവിടെ മറ്റേ കുത്തബ് മിനാർ പോലത്തെ ബിൽഡിങ്ങുകളും പിന്നെ കുറേ എന്താ പറയുക, കുറേ ടൂറിസ്റ്റുകളും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീറ്റായിട്ടുള്ള സ്ഥലം, സമാധാനത്തിൻ്റെ പീക്ക് എന്നെല്ലാം പറയൂലേ. ഗൾഫ് കൺട്രീസിൽ ഇതുപോലത്തെ സ്ഥലത്താണ് സമാധാനം ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് UAE നല്ല ഏടിയായാലും അങ്ങനെ ഒന്ന് വെള്ളം എടുത്തിട്ട് അങ്ങനെ എഴുതുന്നുണ്ട്. അവനാണ് നമ്മുടെ പാർട്ട്ണർ, ബിസിനസ് പാർട്ട്ണർ എന്നെല്ലാം പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വില്ല. ഇവിടെയാണ് ഏകദേശം 2-2.5 ലക്ഷം റുപ്യോളാവും നാട്ടിൽ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഓക്കെ, പക്ഷെ നമ്മൾ മെയിൻ എൻട്രൻസ് കൂട്ടല്ല കയറുക, നമ്മൾ വേറൊരു വഴിയുണ്ട്, അതിലാണ് കയറൽ. സ്വാഭാവികമായിട്ടും നമ്മളെ പോർച്ചാണ്. പോർച്ചിൽ ഒരു പഴയ മോഡൽ ലാൻഡ് ക്രൂസർ ഉണ്ട്, അപ്പുറത്ത് ഒരു ഇലക്ട്രോണിക് വണ്ടിയുണ്ട്, അത് ചാർജ് ചെയ്യാനിട്ടിരിക്കുകയാണ്. ഓക്കെ, ദൂരെ നിന്ന് വരുന്നതാണ് എൻ്റെ പണിക്കാരൻ. എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അവനാണ്. എനിക്ക് വെള്ളം കൊണ്ടു തരുക, എനിക്ക് വേണ്ട സാധനങ്ങൾ ഭക്ഷണം കൊണ്ടു തരുക, ഇതാണ് അവൻ്റെ പണി. മാസം 2,500 ദിർഹം ശമ്പളം കൊടുക്കുന്നുണ്ട്. ഫ്ലൈറ്റിൽ ഇത്ര താഴത്തോട്ട് പോകുന്ന കണ്ടുക. ഓക്കെ, നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോവാം. റൂമിലേക്ക് പോകുന്ന ഇതാണ് റൂമിലേക്കുള്ള വഴി. നമ്മൾ പിന്നാമ്പുറത്തിലൂടെയുള്ള എൻട്രൻസ് എന്ന് പറയില്ലേ, അതാണിത്. ഓക്കെ, അപ്പം ഫുൾ AC ആണ്, 24 hours AC ആണ് ഇവിടെ എല്ലാം. റൂമിൻ്റെ ഉള്ളിലാണ്, ഞാൻ പുറത്തല്ല. ഓക്കെ, നമുക്ക് പോയി നോക്കാം. അങ്ങനെ കാണിക്കാറ്. അതാ എൻ്റെ സാലറി കഴിഞ്ഞ മാസം ഞാൻ തന്നല്ലേ. എൻ്റെ സാലറി ഞാൻ തന്നല്ലേ. ഇത് ആഞ്ഞ് നടന്നോട്. വെറുതെ അല്ല 2,500 ദിർഹം ശമ്പളം തരുന്നില്ല, വെറും വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നേ. 10-13 എത്ര വയസ്സാണ് എനിക്ക്? 18. ഓക്കെ, നമ്മളെ ലക്ഷറി വില്ലയിലേക്ക് കയറാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ യാർഡ് എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു യാർഡാണ്. കസോൾ എന്ന് വെച്ചാൽ കർണൂട്. ഓക്കെ, ഇതാണ് നമ്മളെ മിനറൽ വാട്ടർ സൂക്ഷിക്കുന്ന ടാങ്കി. ഇതാണ് നമ്മൾ ലക്ഷങ്ങൾ വില കൊടുത്ത് വാങ്ങിയ വണ്ടി, ഇപ്പം വെറുതെ ഇട്ടിരിക്കുകയാണ്. ഇപ്പം ഇതാണ് യാർഡ്. ഓക്കെ, അപ്പോൾ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് നമ്മൾ പണിക്കാരൻ. ഇവിടെയാണ് ഞങ്ങൾ ഡ്രസ്സൊക്കെ വാഷ് ചെയ്തിട്ട് ഇവിടെയാണ് ഇടുക. ഇതൊന്നും എൻ്റെതല്ല കേട്ടാ, ഓട്ടമുള്ളതെല്ലാം കാണും, ഒന്നും നമ്മളതല്ല. ഓക്കെ, ഇതെല്ലാം ഇവൻ്റെതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ. ഓക്കെ, 2.5 ലക്ഷം റുപ്യ എടുത്തിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് കൊടുക്കുന്ന റൂമിലേക്ക് നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. യെസ്, നമ്മൾ ക്യാരംസ് ഉണ്ട് ഇവിടെ, നമ്മുടെ ലക്ഷങ്ങൾ വില വരുന്ന ഷൂകൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എൻ്റെ മെയിൻ ഷെഫ്. അതാ കയ്യില് ജെട്ടി ക്യാരംസ് ഉണ്ട്. സൗബിൻ, how are you? I'm good. He is from Nepal. He is my professional cook. Did you get your salary? Yeah. Salary got. Good. Are you happy? Good position. Okay. ഇതാണ് നമ്മുടെ കിച്ചണിൽ ഭക്ഷണം ഉണ്ടാക്കൂല, നമ്മളെല്ലാം ഇപ്പം പുറത്തുനിന്ന് വാങ്ങലാണ്, ബിക്കോസ് വി ആർ റിച്ച്. ഓക്കെ, ഇനി നാളെ എന്നാ കാണിച്ചു കൊടുക്കുക. സൗബിൻ, മേ ഐ കം ഇൻസൈഡ്? Can go. ഇനി അധികം സൗണ്ടില്ലാക്കാണ്ട് ഒരിക്കലും വെളിച്ചം വരാത്ത ഫുൾ ടൈം 24 AC ആയിട്ടുണ്ടാകുന്ന നമ്മുടെ ലക്ഷറി റൂമിലേക്ക് കയറാം. ലെറ്റ്സ് ഓപ്പൺ ദ പാരഡൈസ്. മോർച്ചറിയുടെ പാരഡൈസ്. ഈ റൂമിനൊരു പ്രത്യേകത ഉണ്ട്, ഇതിലൊരിക്കൽ നമ്മൾ ലൈറ്റ് ഇടൂല, വെളിച്ചം കയറാത്ത റൂമാണ്. 24 hours AC ഓൺ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചില മാനസികമായ വിഭ്രാന്തിയുള്ളവരുടെ ശബ്ദമൊക്കെ കേൾക്കാം. ഓക്കെ, ഇന്നത്തെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ വേറെ എന്തെങ്കിലും ആയിട്ട് വരാം. ഓക്കെ.
ബൈ.